ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അനുമോളായിട്ട് സംസാരിക്കുകയാണ്. പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, ചേട്ടാ എങ്ങനെയാണ് ഇന്നലെ ഭയങ്കര വാശിക്കാരിയാണല്ലേ എന്ന് അന്വേഷിച്ച് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ആ വാശി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കിടന്നത്? അതെന്താണെന്നറിയോ ചേട്ടാ, അവിടെ വെള്ളം ഒഴിച്ചില്ലേ, ബെഡിൽ വെള്ളം ഒഴിച്ചില്ലേ, പിന്നെ ഞാൻ സോഫ സെറ്റിൽ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും നേരമായിട്ട് ഉറങ്ങുന്നവരല്ലേ, അപ്പോൾ സോഫയിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറയും. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചാൽ ഞാൻ സോഫയുടെ അപ്പുറത്ത് കിടന്ന് എന്നെ ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ച് കിടന്നതാന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ സോഫമേ കയറി കിടക്കായിരുന്നില്ലേ, ചേട്ടൻ മാത്രം എന്നെ കണ്ടുപിടിച്ചു, വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അവിടെ കിടക്കുന്നത്, ചേട്ടൻ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചേന്ന് ചോദിച്ചു. മറ്റവർക്ക് അറിയാം ഞാൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ചേട്ടനെ അറിയില്ലല്ലോ, എന്നിട്ട് എങ്ങനെ കണ്ടുപിടിച്ചേ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ അനുമോളെ എപ്പോഴും കാണാറുള്ളത്, എണീക്കുമ്പോൾ അനുമോളെ നോക്കിയിട്ട് എണീക്കാറ്. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ ചുറ്റും എല്ലായിടത്തൊന്ന് പരതി നോക്കി, അപ്പോൾ സോഫയുടെ അപ്പുറത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ ചേട്ടാ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇവർ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മേനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം എന്നിട്ട് അനുമോൾ കരയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഒരു ടിഷ്യൂ പേപ്പറൊന്നും ഇല്ല കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത്. അപ്പം പറയുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അച്ഛനമ്മയ്ക്ക് എന്നിട്ട് മാനക്കേടോ നാണക്കേടൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് ഒരു വേദന പറ്റുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ, കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ഏത് കാലത്തും അവർ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, എനിക്ക് എന്നെ ആലോചിച്ച് അവർക്ക് അഭിമാനമേ ഉള്ളൂ എന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്നെ ആലോചിച്ച് അവർക്ക് അഭിമാനം. ഞാൻ ഇന്നവരെ അവർക്ക് വേദനിക്കുന്ന ഒരു തരത്തിലുള്ളൊരു കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ ആലോചിക്കുക ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ ടോപ്പിക്ക് മാറ്റുന്നത്, ചേട്ടന് വല്ല പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ചേട്ടൻ മീശയൊക്കെ മുളച്ചിരുന്നോ? ചെറിയൊരു പൊടി മീശ പോലെ ഒരു മീശയൊന്നും ഇല്ല ശരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയായിരുന്നു പ്രണയം? അതെന്താ, ക്ലാസ്സിൽ പഠിക്കുന്നതല്ല, ഒരേ 10ാം ക്ലാസ് തന്നെയാണ്, പക്ഷേ ഡിവിഷൻസൊക്കെ മാറ്റമുണ്ട് ആ പെൺകുട്ടിയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ചേട്ടനോട് തുറന്നു പറ, ഞാൻ ഇപ്പോൾ എല്ലാ കാര്യം ചേട്ടനോട് തുറന്നു പറയില്ലേ, ചേട്ടൻ പറ. അപ്പോൾ പറയുന്നുണ്ട്, ലെറ്ററൊക്കെ കൊടുത്തിരുന്നോ? അപ്പോൾ ലെറ്ററൊക്കെ കൊടുത്തിരുന്നു. എന്താ, എൻ്റെ പ്രിയപ്പെട്ട അനീഷേട്ടൻ അങ്ങനെയൊക്കെ ആയിരുന്നോ? അങ്ങനെയൊന്നുമില്ല, പ്രിയപ്പെട്ടാന്നുണ്ട്, പക്ഷെ അനീഷെന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ചേട്ടൻ തുറന്നു പറയേ ചേട്ടാ, എന്താ നടന്നതെന്ന് പറയാമെന്ന് പറയും. അപ്പോൾ ആ പെണ്ണ് ഇപ്പോൾ കുട്ടിയൊക്കെ ആയിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാലും ഇപ്പോൾ എന്താ, ആരാന്ന് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, 2-3 മാസമൊക്കെ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, ഡിസംബറിലൊക്കെ തുടങ്ങി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു മോഡൽ എക്സാം ഒക്കെ ആയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾ കിടന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ആലോചിച്ചിട്ട്. അപ്പോൾ